മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ. അതെന്താണ്? മോശപ്പെട്ട കാര്യമല്ല. അതെന്താണ്? ന്യായമാണ്. അത് ന്യായപ്രമാണമാണ്. അത് ന്യായമല്ലോ. എന്നിട്ട് എന്താ പറയുന്നത്? നിനക്ക്, മക്കളെ, നിനക്ക് നന്മ ഉണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക. ഇത് വാഗ്ദത്തത്തോടുകൂടി ആദ്യ കൽപ്പനയാണ്. അപ്പൊ നമുക്ക് നന്മയുണ്ടാകണമെങ്കിൽ, നമുക്ക് ദീർഘായുസ് ഉണ്ടാകണമെങ്കിൽ നമ്മുടെ അപ്പനും അമ്മയെയും അനുസരിച്ച് അവർക്ക് കീഴ്പ്പെട്ടിരിക്കണം. യേശു അതിനൊരു ഉദാഹരണമാണ്. 12-ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ വെച്ച് കാണാതെ പോയി യേശുവിനെ കണ്ടെത്തി. യേശുവിന് മാതാപിതാക്കളെ അനുസരിക്കേണ്ട ആവശ്യമുണ്ടോ? യേശു ദൈവമല്ലേ? ദൈവത്തിന് അനുസരിക്കേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ യേശു തൻ്റെ അപൂർണരായ ആ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു. യേശുവിന് കീഴടങ്ങിയിരിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് കീഴടങ്ങിയിരിക്കാൻ പറ്റില്ലേ? പറ്റോ? യേശുവിന് കീഴടങ്ങിയിരിക്കാൻ പറ്റി, നമുക്ക് പറ്റില്ല. നമുക്ക് ബുദ്ധിമുട്ട്. യേശുവിന് ബുദ്ധിമുട്ടില്ലായിരുന്നു. ദൈവമായ യേശുവിന് മാതാപിതാക്കൾ അനുസരിക്കുന്നതിലും കീഴ്പ്പെട്ടിരിക്കുന്നതിലും ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. നമുക്കാണെന്നത് ബുദ്ധിമുട്ട്. നിനക്ക് നന്മയുണ്ടാകാനും നിനക്ക് ദീർഘായുസ്സോടുകൂടെ നീ ഇരിക്കേണ്ടതിനും വാഗ്ദത്തത്തോടുകൂടി ആദ്യ കൽപ്പനയാണ് നിന്റെ മാതാപിതാക്കൾക്ക് അനുസരിച്ച് കീഴ്പ്പെട്ടിരിക്കുക എന്നുള്ളത്. അത് ന്യായമായ കാര്യമാണ്, അന്യായമായ കാര്യമല്ല. സദൃശവാക്യം പഠിക്കുമ്പോൾ ഇങ്ങനൊരു വാക്യമുണ്ട്: അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ തോട്ടരികത്തെ കാക്ക കൊത്തിപ്പറിക്കുന്നു. അങ്ങനൊരു വാക്യമുണ്ട്. സദൃശവാക്യത്തിലാണ്. റെഫറൻസ് ഒക്കെ ഞാൻ പിന്നെ പറയാം. സ്തോത്രം. ലാസ്റ്റ് വരുമ്പോൾ ഉണ്ട്: അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ തോട്ടരികത്തെ കാക്ക കൊത്തിപ്പറിക്കും, കഴുകൻ കുഞ്ഞുങ്ങൾ തിന്നുകയും ചെയ്യും. ഈ ചില ആളുകളെ വീടിന് പുറത്തിറക്കി അപ്പം വന്ന് കാക്ക കൊത്തും. ചില ആൾക്കാരെ തെരഞ്ഞു പിടിച്ച് കാക്ക കൊത്തും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാവരും കൊത്തില്ല. ചില ആൾക്കാരെ തെരഞ്ഞു പിടിച്ച് കൊത്തും. അവർ പുറത്തിറക്കി അപ്പം കൊത്തും. കൊടയും ചൂടി കിടക്കേണ്ടി വരും. എന്താ കാര്യം എന്നറിയാമോ? ഇവര് ഈ അപ്പനും അമ്മയൊക്കെ അനുസരിക്കാതെ അവരെ പരിഹസിച്ച് നിന്നിച്ചടക്കുമ്പോൾ ദൈവം കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നത്, ഒരുത്തൻ വീടിന് പുറത്തിറങ്ങുന്നുണ്ട്, അപ്പനെ അനുസരിക്കാതെ അമ്മയെ അനുസരിക്കാതെ ഒരുത്തൻ തൻ്റെ ഇടത്തോടെ അഹങ്കാരത്തോടെ ഇറങ്ങിയിട്ടുണ്ട്, കാക്കയെ കൊത്ത് കൊടുക്കും. അതുകൊണ്ട് ദൈവത്തിന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റോട്ടാ. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വചനം പറയുന്ന പോലെ നമ്മൾ ജീവിക്കുക.